ഹലോ വ്യൂവേഴ്സ്, ഇന്നൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമ. அதுக்கு ആവശ്യமான സാധനങ്ങൾ: സേമിയ, ഇഞ്ചി, പച്ചമുളക്, കരികാപ്പല ഇതുപോലെ നറക്കി വെച്ചത്, அதுக்கப்புறமா വെള്ളം, அதுக்கப்புறமா വെറ്റൽ മുളക്. നമുക്കിനി സ്റ്റാർട്ട് பண்ணலாம். எப்படின்னா ഇതുപോലെ പാത്രത്തില് എണ്ണയെ ചൂടാക്കരുത്. ഞാൻ വെളിച്ചെണ്ണയാക്കി യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് കോക്കനട്ട് ഓയിൽ. உங்களுக்கு என்ன எண்ணெய் வேணும்னாலும் யூஸ் பண்ணலாம். ജിഞ്ചർലി ഓയിൽ വേണമെന്നാൽ അതും യൂസ് பண்ணலாம். ഇതിപ്പറ്റി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക്, ഇതുപോലെ ഒരു സ്പൂൺ കടുക്, ഉഴുന്നുപരിപ്പ്, அதுக்கப்புறமா കടലപ്പരിപ്പ് ഇത്രയും പോയിട്ടിട്ട് നന്നാ അത് പൊട്ടിക്ക് വെക്കണം. ഇതുപോലെ പടപടപടാന്ന് പൊട്ട സൗണ്ട് കേൾക്കണം. അപ്പോഴത് നന്നാവും. എന്നിട്ടൊരു ബ്രൗണിഷ് കളർ ആവണം. ഇത് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒരു ബ്രൗണിഷ് കളർ ആവും. എന്നാൽ അത് നന്ന ഓവർബേൺ ആവും പാടില്ല. അതൊക്കെ തക്കനെ ഹീറ്റ് നിങ്ങൾ കമ്മി പണി വെച്ച്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ പത്തള നന്നാ പൊട്ടി ഏകദേശം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം ഒരു ബ്രൗണിഷ് കളറിലായിട്ട് വരും. அதுக்கப்புறமா இந்த ஃப்ளேமை கொஞ்சம் கூட கம்மி பண்ணிட்டு ஆദ്യം வெட்டல் மிளகாயை போட்டு தரணும். அதுக்கப்புறமா இந்த இஞ்சி, பச்சை மிளகாய், கறிவேப்பிலை எல்லாம் நறுக்கி வச்சிருக்கோம் இல்லையா, அது அப்படியே போட்டு நல்லா வந்து விதக்கணும். ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിന്നുമ്പോൾ എല്ലാം നന്നാ പടപടപടാന്ന് വെടിക്കും. അതുപോലെ തന്നെ വെള്ളം ഇരിക്കറപ്പോൾ സൂക്ഷിക്കണം. ഇത് കരികാപ്പിലെല്ലാം വെള്ളത്തെ എല്ലാத்தையும் തുടച്ച് കളഞ്ഞിട്ട് കട്ട് പണി വെച്ചിരിക്കും. ഇല്ലാട്ട എണ്ണയില പോടുമ്പോൾ ரொம்ப ഇതായിടും. അതുകൊണ്ട് ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് ഇതെല്ലാം പോട്ടിട്ട് നന്നാ ഒന്ന് വിതയ്ക്കുമ്പോൾ இதெல்லாம் மெயின் யூஸ்ஃபுல்லாக இருந்தது. புதுசாக சமையல் பண்ணுறவா, ரொம்ப இனிஷியல் பேச்சுலர்ஸ், இல்லாட்டா புதுசாக கல்யாணம் கழிஞ்சிட்டு புதுசாக சமைக்கிறவா, அதுக்கெல்லாம் ரொம்ப யூஸ் ஆகும் இந்த டிப்ஸ் எல்லாம். இப்போ பார்த்தாலா ഒരു മണം വരെ തുടങ്ങിയിടും. അന്ന് നല്ല அந்த പച്ച വാസന പോയി മുളക്, ഇഞ്ചി, കരികാപ്പിലയോടെല്ലാം നല്ലൊരു മണം വരും. அதுக்கப்புறமா നമുക്ക് വെള്ളം വിട്ടിക്കണം. ഞാൻ இந்த ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ആക്കും സേമിയ എടുത്തിരിക്കുന്നത്. അതും വറുത്ത സേമിയ. നിങ്ങൾ വറക്കാത്ത സേമിയാക്ക് നിങ്ങൾ വാങ്ങിനാ നിങ്ങൾ അത് നന്നാ വറുത്ത് വെച്ചേക്കണം. അതുക്കപ്പുറമാ இந்த വെള്ളത്തെ, അതായത് ഇപ്പോൾ 2 ഗ്ലാസ് സേമിയാക്കുന്ന 4 ഗ്ലാസ് വെള്ളം വിടണം. 4 ഗ്ലാസ് വാട്ടർ വിട്ടിട്ട് വേണം ഇതാക്കത്തേക്ക്. പാട്ടേല 4 ഗ്ലാസ് വാട്ടർ ഇട്ടിട്ട് ഇനി നമുക്ക് ഉപ്പ് കൂട്ടിക്കണം. ഇതുപോലെ ഒരു 2 സ്പൂൺ ഉപ്പ് പോട്ടിട്ട് നന്നാ മിക്സ് பண்ணிட்டு ഇനി തിളക്ക വെക്കണം. അതായത് ബോയിൽ പണ്ണ വെക്കണം. ഒന്ന് ബോയിൽ പണ്ണിനதுக்கு அப்புறம் தான் இந்த சேமியா போடணும். ഇനി അത് ബോയിൽ ആവട്ടെ, നമുക്ക് വെയിറ്റ് பண்ணலாம். ഇതുപോലെ വാട്ടർ നന്നാ ബോയിൽ ആനதுக்கு அப்புறம் இந்த சேமியாவை നമുക്ക് അതിൽ പോടலாம். എന്നിട്ട് നന്നാ മിക്സ് പണി വെച്ചു. അപ്പടി നന്നാ ഇളക്കறது. ഇളക്കുന്നതിന് ശേഷം ഇത് മൂടി വെക്കരുത്. ഇത് മൂടി വെച്ചിട്ട് ഇത് അപ്പടിയെ ബോയിലായി നന്നാ വേഗണം. അതായത് നന്നാ കുക്കായി വരണം. അപ്പൊ ഇതിനോട് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇവിടെ കുഞ്ചു കുഞ്ചായിരിക്കില്ല, അത് നന്നാ പെരിയ സ്ട്രാൻഡ്സാ വരും സേമിയാവോട്. ഇനി നമുക്കത് കുക്കായിട്ട് പാക്കലാം.
இப்போ பார்த்தேளா இதை நம்ம சேமியா இதுപോലെ റെഡിയായി വറുത്തുടങ്ങിയാச்சு. നിങ്ങൾ എന്ത് തിളച്ച വെള്ളത്തിൽ നമ്മൾ സേമിയാവ് പോട്ടോം ഇല്ലയാ, അതുക്കപ്പുറമാ ഒരു 2 minutes കൂടുറപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കണം. ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്, അതുപോലെ ഗ്ലാസ് ബോട്ടം പോലെയുള്ളതിൽ മൂടി വെച്ചാൽ നമുക്ക് നന്ന വേവറത് നന്ന കാണും. ആദ്യം ഇപ്പടി കുഞ്ചു കുഞ്ചായിരുന്നത് ഇപ്പോൾ பார்த்தேளா ഇപ്പടി നീളമ സ്ട്രാൻഡ്സ് ആയിരിക്കും. ഒന്നും കൂടി വെള്ളം നന്ന വറ്റണം. അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടോ. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കപ്പെടും, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് കരിഞ്ഞു പോയിടും. അതുപോലെ തന്നെ ഇതിപ്പോ കറക്റ്റാ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ സേമിയാവും ഇതുപോലെ കറക്റ്റാ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഗ്ലാസ് സേമിയക്ക് ഡബിൾ ഗ്ലാസ് വെള്ളം ഏത് ഗ്ലാസ്സിൽ നമ്മൾ എടുக்கிறோமோ அந்த அளவிலே നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാ ഉതിരുതിര സേമിയ വരും. ഞാൻ நிறைய பேர் சொல்லி பார்த்திருக்கேன். അതുപോലെ എനിക്കും ഒരു പ്രാവശ്യം വന്നിരിക്കും, അതായത് அப்படி കുഴഞ്ഞു പോறது സേമിയ വെള്ളത്തോട് ഇതില്ലാട്ട കുഴഞ്ഞു പോறது. അതുക്കപ്പോൾ എന്നെ ചെയ്യണമെന്നുണ്ടെന്ന് ഒരു ഫുൾ പ്രൂഫ് ഐഡിയ എന്നെ ആക്കുന്നുണ്ടെന്നാ, ആദ്യം നമ്മളെന്താ വെള്ളത്തെ ഒന്ന് തിളക്കി വെക്കണം. ரொம்ப ഹൈ ബോയിലൊന്നും ആവണ്ട, ഒരു മീഡിയമാ തിളക്കി വെച്ച ശേഷം ബോയിലാന ശേഷം இந்த சேமியாவை போடுறது. அதுக்கு ஜஸ்ட் ஒரு அளவொന്നും വേണ്ട വെള്ളத்துக்கு. ഇപ്പൊ നമ്മൾ സേമിയ போட்டு കഴിഞ്ഞാൽ அந்த വെള്ളം இந்த சேமியாவோடு மூடி കിടക്കണം, கொஞ்சம் மூளுക്കാ നിൽക്കണം. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് നന്ന കുക്ക് പണ്ടത്. അപ്പൊ നമുക്ക് ഏകദേശം ഇതുപോലെ ഒരു മോഡല വറപ്പോ അത് എടുത്തിട്ട് ഒരു സ്ട്രെയിനറിൽ അത് വാരിയിട്ട് പച്ചവെള്ളം ഉണ്ടല്ലേ, അതായത് കോൾഡ് വാട്ടർ ആസ് യൂഷ്വൽ പൈപ്പ് വാട്ടർ, അതിൽ നന്നാ ഒന്ന് കാട്ടിയിട്ട് അത് ആറ വെക്കറ പോലെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഉതിരുതിര സേമിയ കിടക്കും. അതുക്കപ്പുറം നമ്മൾ എണ്ണയെ വെച്ച് കടുകയും ഉഴുന്നുപരിപ്പ് എല്ലാத்தையும் പൊരിച്ചു കൊട്ടിയിട്ട് ഇതുപോലെ സേമിയാവ് പോട്ട് പൊരിച്ചു കൊട്ടുന്ന ഇതേ മോഡൽ സേമിയ ആന കുഴയൊന്നും ചെയ്യാക്കി നല്ല ക്ലീന ഉതിരുതിര കിടക്കും. അതൊരു ഫുൾ പ്രൂഫ് മെത്തേഡാക്കും. ഇതുവരെ ഫ്ലോപ്പ് ആന എന്നാ ആരാതിരുന്ന നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് പാത്തിട്ട് കമന്റ് പോടുമ്പോൾ ഇത് ഉറപ്പായിട്ട് സക്സസ് ആയിരിക്കും. ഇപ്പോൾ നമ്മ സേമിയ ഈസ് റെഡി. பார்த்தேளா നന്ന ഉതിരുതിര വന്നായച്ചു, നല്ല മണമാ, നല്ല പുക വറുത്. பார்த்தேளா നല്ല മണം വറുത്, നന്ന പുക വറുത്, നന്ന ചൂടായി സേമിയ ഈസ് റെഡി. അപ്പം ഇനി இந்த പരുവത്തിൽ ഗ്യാസ് ഓഫ് പണിക്കലാം. കാരണം ഇത് ഹീറ്റ് കോയിലാണ്, കാരണം ഒന്നും കൂടി അതിൽ ഇരുന്നേ ഒന്ന് ആയിടും. അപ്പോൾ ഇവിടെ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി ആവർത്തിക്കൂടെ നല്ല ഉതിരുതിര് സേമിയ ഈസ് റെഡി. അപ്പോൾ താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ എല്ലാവരും ട്രൈ பண்ணிட்டு നിങ്ങൾ അതിനോട് കമന്റ്സ് എല്ലാം പോടുങ്കോ, എൻകറേജ് பண்ணுங்கோ. അപ്പോൾ താങ്ക് യു, ബൈ.